السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. فين أخيكم؟ السلام عليكم إخواني الكرام، كيف حالكم؟ كيف حالكم؟ كيف حالكم؟ إن شاء الله أنتم بكل نشاط وحيوية تشاركون في عملية تدريب الترجمة. إن شاء الله بعض الطالبات الباحثات المتدربات والباحثين المتدربين يعني يشاركون معنا في عملية تدريب الترجمة بكل حيوية ونشاط، ونحن نشكرهم على هذا الإقبال الطيب المبارك. وإنما نحن نريد أن نتحدث بالعربية بغض النظر عن المواضيع التي نتحدث ونناقش ونتشاور ونستشير وننصح ونوجه. هناك فرص كثيرة للتحدث بالإنجليزية، ولكن الفرص قليلة جدا للتحدث ولتعبير أفكارنا بالعربية إن شاء الله في المحيطات والخلفيات التعليمية. صحيح صحيح. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും ക്ലാസ്? ഞാൻ കുറച്ചു പദങ്ങൾ പറയാം, നിങ്ങൾ പെട്ടെന്ന് പേനയും കടലാസ് എടുത്തുണ്ടാവുമല്ലോ, പെട്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. ഞാൻ പറയാം. അൽ മുഫ്രദാത്ത്, മലയാളത്തിലുള്ള ഒരു പദമാണ് ആദ്യം പറയുന്നത്. പദസമ്പത്ത്. ഒയാസിസ്, വേഗം എഴുതിക്കോളൂ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട്, സ്ട്രോങ് ഡിസിഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പീരിയഡ്. നമ്മളെ കോളേജിലൊക്കെ ഉള്ളവരുടെ 6 പീരിയഡ് 7 പീരിയഡ് ഒക്കെ ഉണ്ടല്ലോ. മനുഷ്യാവകാശങ്ങൾ, വയലേഷൻ,
ആറ്റിറ്റ്യൂഡ്. ഹലോ സാർ, എന്താ അടിക്കടിക്കുന്നുണ്ട്? അതെ അതെ, ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാരും വരുന്നവരെ ചെറിയൊരു സംഭവം തരുന്നത് ഈ വാക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ പിന്നെ അതിൻ്റെത് എഴുതണം. ഞാൻ പറയുന്ന വാക്കുകളുടെ അറബിക്ക് എഴുതണം. അതാ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു ടെസ്റ്റ് ആണ്, സാധാരണ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ലേ? പെട്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിന്റെ അറബിക്ക് എഴുതണം. ആൻഡ് അൽ ആഷിർ, അൽ അഖീർ. ഡയറക്ടറി ബോർഡ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ ഒന്ന് വേഗം അറബിക്കൊന്ന് എഴുതി നോക്കൂ, കിട്ടുന്നുണ്ടോ നോക്കൂ. താങ്ക് യു, താങ്ക് യു, ശുക്രൻ, ജസാക്കല്ലാ. താങ്ക് യു, ശുക്രൻ. ഓക്കെ, എഴുതിയോ സുഹൃത്തുക്കളെ? ഡിയേഴ്സ്, എഴുതിയോ? ആക്ച്വലി യു ആർ മൈ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. അന്തും അസ്തിഖാഇ അൽ അസ്ഫിയ അൽ അസ്ഫിയ. അന ഉഹിബ്ബുക്കും. I like you. أريد أن أشارك معكم في عملية تدريب الترجمة. I wish to join with you in the process of translation training. Dears, ഞാൻ പറയട്ടെ, ആകെ 10 വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തന്നെ ശരിയിട്ടാ മതി കേട്ടോ. Let us evaluate. നമുക്ക് നോക്കാം. ഹലോ ഡിയേഴ്സ്, നമ്മളെ ഓക്കെ ഓക്കെ നോക്കല്ലേ? റെഡി? റെഡി. ഓക്കെ ഓക്കെ. നിങ്ങള് നോക്കൂ. നിങ്ങള് പിന്നെ നല്ല ഡൈനാമിക് ആയിട്ടുള്ള പ്രസൻസ് ആയിരിക്കണം നിങ്ങളുടേത്. അതായത് ക്ലാസ്സിലൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് മൈക്കൊക്കെ ഒന്ന് തുറന്ന് ഒക്കെ ഒന്ന് ഇരുന്നാൽ അത് വളരെ സന്തോഷമായിരിക്കും. അപ്പോഴല്ലേ നമുക്കൊരു ഉഷാറായിട്ട് ക്ലാസ് എടുത്ത് തരാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നു. ഞാൻ നോക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ്. പക്ഷേ മൈക്ക് ഓപ്പൺ ആക്കാത്തത് കൊണ്ട് ക്ലാസ് നിർത്തി പോകുന്ന എത്രയോ ടീച്ചേഴ്സ് ഉണ്ട്. കാരണം ഇതൊരു വൺ വേ ആകാൻ പാടില്ല. ഞാൻ ക്യാമറ ഓഫ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഒരു അർത്ഥം കിട്ടില്ല. എന്ന പോലെ തന്നെ നമ്മളെ പഠിതാക്കളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും ഇത് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ വിർച്വലി ചെയ്യുന്നത് ആണെങ്കിൽ പോലും നമുക്ക് ഇതിങ്ങനെ ക്യാമറ എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ട്. കുറച്ചാണെങ്കിലും വൽതക്കുൻ മിൻകു ഉമ്മത്തുൻ, ഒരു ടീമെങ്കിലും ക്യാമറ ഓൺ ആക്കിയാൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോ പ്രോബ്ലം, നിങ്ങൾ നമ്മുടെ കുട്ടികളാണ്, അവർ ബിലവിഡ് ഇന്റിമേറ്റ് ട്രെയിനീസ്. അപ്പൊ ഒന്ന് വഫ്രത്തുൽ കലിമാത്ത്, മാർക്കിട്ടു കേട്ടോ, ഓരോ മാർക്കാണ്. 2 വാഹത്തുൻ, വാഹ ഒയാസീസ്, മരുപ്പച്ച. 3 ഖൽഫിയത്തുൻ, ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം. നമ്പർ 4 ഞാൻ ആറ്റിറ്റ്യൂഡ് എന്നല്ലേ പറഞ്ഞത്? നമ്പർ 4 ആണോ? ഏതായിരുന്നു? സ്ട്രോങ് ഡിസിഷൻ ആണ് അല്ലേ? അപ്പോ ഖറാറുൻ അനീഫുൻ, ഖറാറുൻ അനീഫുൻ. ഖറാർ എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ എന്നുള്ളതിന് ഖറാർ എന്ന് പറയും. അഥവാ യോഗ തീരുമാനങ്ങൾക്കാണ് ഖറാർ എന്ന് പറയാം.
വെറും ഒരു ഡിസിഷനും ഖറാർ എന്ന് പറയും. ഖറാറുൻ നിഹായി എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും അർത്ഥം? ഫൈനൽ ഡിസിഷൻ, അന്തിമ തീരുമാനം. അപ്പൊ അങ്ങനെയാണ് ഖറാറുൻ സാറേ അനീഫ്. ആ സാർ യാ അപ്പൊ കരാറും കവിയൊന്നും പറ്റൂലേ? ഓക്കെ. പിന്നെ നമ്മൾ ചില വാക്കുകൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അറ്റകുറ്റപ്പണികൾ എന്ന് പറയാറുണ്ടല്ലോ. അവിടെ ഈ അറ്റം എന്ന് പറഞ്ഞത് ഈ അറ്റത്തായിരിക്കണം. ആദ്യം അറ്റം പറയണം, പിന്നെയാണ് കുറ്റം. അപ്പൊ ആദ്യം ഒരാൾ കുറ്റാറ്റപ്പണി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഭാഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ നോക്കൂ, ഇപ്പൊ നമുക്ക് ഈ പാടത്തൊക്കെ മഴ ശക്തമായ മഴ പെയ്ത് നമ്മളെ നെൽപ്പാടത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറി നെല്ലൊക്കെ കേടുവന്നാൽ നമ്മൾ എന്ത് പറയുന്ന അറിയോ? ജലക്കെടുതി എന്ന് പറയും മലയാളത്തിൽ. കറക്റ്റ്, ശരിയാണോ? മഴ കൊണ്ട് ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ചാൽ നമ്മൾ മഴക്കെടുതി എന്ന് പറയില്ല, നമ്മൾ ജലദോഷം എന്ന് പറയും. രണ്ടും ഒരേ വാക്കാണെങ്കിലും ഓരോരോ സാഹചര്യങ്ങളിൽ പറയേണ്ട വാക്കുകളുണ്ട്, അങ്ങനെ പറയാവൂ. ഓക്കെ. അപ്പൊ അതോടെ പിന്നെ ഖറാറുൻ ഖവിയുൻ എന്ന് സാധാരണ അങ്ങനെ പറയാറില്ല. ഖറാറുൻ അനീഫുൻ എന്നൊക്കെയാണ് പറയാം. ഓക്കെ, റെഡി? ഇൻഷാല്ലാ. അപ്പൊ നമ്പർ 5 അല്ലേ? നമ്പർ 5 ഖറാറുൻ അതായിരുന്നില്ലേ സ്ട്രോങ് ഡിസിഷൻ അല്ലേ? നമ്പർ 5 ആയിരുന്നു, 4 ആയിരുന്നു. അത് ഏതായിരുന്നു? വേഗം പറയണം സുഹൃത്തുക്കളെ, ഡിയേഴ്സ്. 4 ആയിരുന്നു. ഓക്കെ. 5. നമ്പർ 5 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അദ്ദക്കാഉൽ ഇസ്തിനാഇ. നമ്പർ 6 ഹിസ്വത്തുൻ, അതാണ് പീരിയഡ്, ജംഇ ഹിസ്വസ്. നമ്പർ 8 ഹ്യൂമൻ റൈറ്റ്സ്, അൽ ഹുഖൂഖുൽ ഇൻസാനിയ. നമ്പർ 8 അല്ലേ? വയലേഷൻ അല്ലേ? ആണോ? അതെ. വയലേഷൻ എന്ന് പറഞ്ഞാൽ നിയമലംഘനം കേട്ടോ. നിയമലംഘനത്തിനാണ് വയലേഷൻ എന്ന് പറയുക. അതിന് മുഖാലഫത്തുൻ എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും. മുഖാലഫത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നിയമലംഘനം. വയലേഷൻ എന്ന് പറഞ്ഞാൽ മുഖാലഫത്ത്. വയലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുന്നവർ. മുഖാലിഫു അൽ മുറൂറിയ, ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർ, മുഖാലിഫു. ഓക്കെ. നമ്പർ 9 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് പറയൂ മോനെ. എങ്ങനെയാണ് മുഖാലഫ എന്ന് പറയുമ്പേ എതിരാവുകയാണല്ലോ. അതെ, എതിരാവുക തന്നെയാണ്, നിയമത്തിന് എതിരാവുക. അത് തന്നെയാണ് നിയമലംഘനം. ഓക്കെ. പറയൂ ഫ്രണ്ട്സ്. നമ്പർ 9 ആറ്റിറ്റ്യൂഡ് എന്നുള്ളതിന് നമുക്ക് മൗഖിഫ് എന്ന് പറയാമാണെങ്കിൽ, മൗഖിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം. അതിന് സ്റ്റാൻഡ് എന്ന് പറയും, സ്റ്റാൻഡ്. എന്നാൽ അൽ ഇത്തിജാഹു സുലൂക്കി എന്നാണ് പറയുക. അൽ ഇത്തിജാഹു സുലൂക്കി എന്താ അർത്ഥം? ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഓക്കെ, മനോഭാവം. നമ്പർ 10, ലാസ്റ്റ് 10 ഡയറക്ടറി ബോർഡ്, മജ്ലിസുൽ ഇദാറ. ഇദാറത്താണ്, അതോ കമ്മിറ്റി. ഡയറക്ടറി ബോർഡ് മജ്ലിസ് ആണ്, മജ്ലിസുൽ ഇദാറ. അഅ്ലാഉ മജ്ലിസുൽ ഇദാറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ടറി ബോർഡിലെ അംഗങ്ങൾ. ഉളുവുൻ ജംഉ അഅ്ലാ. അപ്പൊ നോക്കൂ, 10 വാക്കുകളാണ് ഞാൻ തന്നത്. അതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഇവിടെ നിന്ന് എഴുതി ഇടണം കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്ലാസ് റൂം ആവുള്ളൂ. 1 മാർക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇടാതിരിക്കുന്നത്
0 മാർക്ക് കിട്ടുന്നതിനേക്കാളും മോശമാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് കിട്ടിയ മാർക്ക് ഒന്ന് തരുള്ളൂ എല്ലാവരും. ഓക്കെ ഡിയേഴ്സ്, നമുക്കിതൊരു ക്ലാസ് റൂം ആക്കി മാറ്റും. നല്ല രസമാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാല് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 1 മാർക്കാണെങ്കിൽ പോലും നിങ്ങൾ ഇടണം. ഇടാതിരിക്കുന്നത് 0 മാർക്ക് കിട്ടുന്നതിനേക്കാളും മോശമാണ്. എന്താ എന്റെയൊക്കെ വർത്താനം ഉഷാറ്? എന്റെ വർത്താനം ഉഷാറാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ സുഹൃത്തുക്കളെ. എല്ലാ വർത്താനം ഉഷാറായിട്ടല്ല. അടിപൊളി ഇട്ടോ, എല്ലാവർക്കും നല്ല മോശമല്ലാത്തൊരു മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വരട്ടെ, എല്ലാരും വരട്ടെ, എല്ലാരും ഇടൂ. വന്നിട്ടില്ല. ചിരി വരുന്നവരൊക്കെ ചിരിക്കുകയും ചെയ്യണം കേട്ടോ. ഈ മാർക്ക് ഇട്ടവർക്ക് ഇപ്പൊ പണിയൊന്നുമില്ലല്ലോ, അവർക്ക് ചിരിക്കാവുന്നതാണ്. ഒരൊറ്റ കുട്ടി ചിരിക്കണില്ല എന്നുള്ളതാണ് ഓ സ്ട്രോങ് ചിരി, ശക്തമായ ചിരി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ ഈ ഒരു ക്ലാസ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും 2-3 ആൾക്കാർ മാർക്ക് ഇട്ടിട്ടില്ല, അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്. നോക്കാം നമുക്ക് അല്ലേ. ഞാൻ ഇന്നൊരു സാധാരണഗതിയിൽ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു മേഖലയിലുള്ളൊരു മാറ്ററാണ്. ഞാൻ ഈ ലാംഗ്വേജ്, ഹ്യൂമാനിറ്റീസ് അതിനോടൊക്കെ എനിക്ക് താല്പര്യം, ഹിസ്റ്ററി അങ്ങനെയൊക്കെയുള്ളതാണ്. ഇതൊരു കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് അറിയണമല്ലോ, അത് നമ്മളെല്ലാം പഠിക്കണമല്ലോ. ഓക്കെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ പ്രിയപ്പെട്ടവർ നന്നായിട്ട് ശ്രദ്ധിക്കൂ. എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു മഹാനായ ഒരു മനുഷ്യനാണ് ഷെയ്ഖ് അബൂബക്കർ അൽ ഖാസിമി. ഞങ്ങൾക്ക് ട്രാൻസ്ലേഷനിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗുരുനാഥൻ ഷെയ്ഖ് അബൂബക്കർ അൽ ഖാസിമി. ക്ലിക്ക് എന്ന് പറയുന്ന സ്ഥാപനം കോഴിക്കോട് ഉണ്ടായിരുന്നു, അതിന്റെ സ്ഥാപകൻ. ഒരുപാട് അത്ഭുതങ്ങൾ ട്രാൻസ്ലേഷൻ മേഖലയിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഞാനും അങ്ങനെ ഒരു പലരും ചെയ്യുന്നത് പോലെ ഒരു ആത്മീയ പുരുഷനായി രംഗപ്രവേശനം ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് അവിടെ സുജൂദ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം നാട്യങ്ങളൊന്നുമില്ലാതെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ഞാനിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാനിങ്ങനെ അവിചാരിതമായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അത് ആ ഒരു നടുക്കത്തിലും ആ ദുഃഖത്തിലും എന്നാൽ സന്തോഷത്തിലുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ ഒരു 3 വർഷം മുമ്പ് 2 വർഷം മുമ്പ് അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, അതിൽ വെളിച്ചം നിറക്കട്ടെ, സന്തോഷം നൽകട്ടെ, അതിലേക്ക് സ്വർഗത്തിന്റെ കവാടം അള്ളാഹു. അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവരാരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടോ പ്രിയപ്പെട്ടവരെ? കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഒരു മഹാനായ മനുഷ്യൻ, അത്യപൂർവമായിട്ടുള്ള ഒരു പ്രതിഭ. ഐക്യരാഷ്ട്രസഭയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരിക്കലും ഒരു സാധാരണ ഒരു മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്തൊരു വലിയൊരു അത്ഭുത പ്രതിഭ. അപ്പൊ നമുക്ക് നോക്കാം. നോക്കൂ, ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ്. അപ്പൊ നമുക്കറിയാം ഓഡിറ്റിംഗ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓഡിറ്റിങ്ങിന് പറയാം തദ്ഖീഖ് എന്നാണ് പറയാം. തദ്ഖീഖ്, മുദഖിഖ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ, തദ്ഖീഖ് ഓഡിറ്റിംഗ് ആണ്. അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ്, ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ് നമ്മൾ നൽകുന്നത്. ഇൻഡിപെൻഡന്റ്, നിങ്ങൾ ഗ്രൂപ്പിലില്ലേ ആ ഒരു മാറ്റർ ഇട്ട് തന്നിട്ടില്ലേ? ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പോ ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പൊ റിപ്പോർട്ടിന് പറയാ തഖ്രീർ എന്നാണ് പറയാ. അപ്പോ സമ്പൂർണ്ണ റിപ്പോർട്ട് എന്നുള്ളതിന് തഖ്രീറുൻ ഷാമിലുൻ എന്നാണ് പറയാ. ദി കംപ്ലീറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ദി കോംപ്രഹെൻസീവ് റിപ്പോർട്ട്. തഖ്രീറുൻ ഷാമിലുൻ, നമ്മൾ പറഞ്ഞു ശ്യാമള അല്ല ഷാമിൽ. തഖ്രീറുൻ അൽ മുദഖിഖ് അൽ മുസ്തഖിൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് എന്നാണ്. ഇസ്തഖല്ലത്തിൽ ഹിന്ദു എന്ന് പറയുന്നതാണ് ഇന്ത്യ സ്വതന്ത്രമായി. ഇസ്തഖല്ല. നോക്കൂ, എ ഫോർമൽ റിപ്പോർട്ട് ഇഷ്യൂഡ് ബൈ ദി. അപ്പൊ ഇത് ആ ഒരു ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട്, ഒരു കമ്പനിയെ കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. ഇതൊരു
ഗൾഫ് പെട്രോ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ്, ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ചക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ സ്വാഭാവികമായിട്ടും അതിൽ ഫൈനാൻസ് മേഖലയിൽ പറയുന്ന ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കുറെ ടേംസും കാര്യങ്ങൾ ഒക്കെയാണ്, കുറെ വേർഡിങ്സ് ഒക്കെയാണ് ഇതിൽ നമ്മൾ ഇന്ന് ചർച്ചക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ, എ ഫോർമൽ റിപ്പോർട്ട് ഇഷ്യൂഡ് ബൈ ദി എക്സ്റ്റേണൽ ഓഡിറ്റർ പ്രസന്റിംഗ് ആൻ ഒപ്പീനിയൻ ഓൺ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതാണ് ഇതൊരു ഫോർമൽ റിപ്പോർട്ടാണ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. എ ഫോർമൽ ഹുവ അല്ലെങ്കിൽ ഹാദ ഹുവ അല്ലെങ്കിൽ ഹുവ തഖ്റീറുൻ റസ്മിയുൻ issued by the എക്സ്റ്റേണൽ ഓഡിറ്റർ. ഈ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആരാണ്? അത് യുസ്തിറുഹു അല്ലെങ്കിൽ അസ്തറഹു. ഇഷ്യൂ ചെയ്യുന്നതിന് അസ്തറ എന്നർത്ഥം. അസ്തർ അല്ലെങ്കിൽ യുസ്തിറുഹു. ആരാണ് ഈ ഒരു റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ്. ഇപ്പൊ ഇന്റേണൽ ഓഡിറ്റർ ഉണ്ടാവും, എക്സ്റ്റേണൽ ഓഡിറ്റർ ഉണ്ടാവും. ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ടേമിനലായിട്ട് ഉള്ള ഒരു റിപ്പോർട്ടാണ്. അത് നമ്മളെ സ്ഥാപനത്തിനകത്ത് തന്നെയുള്ള ഒരു കണക്ക് നോക്കുന്ന ഒരാളുണ്ടാവും. ഒരു എന്താണ് ഇന്റേണൽ ആയിട്ടുള്ളത്. അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ളത് പലപ്പോഴും അത് പിന്നെ നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റിയെ പിന്നെ പലരും ചോദ്യം ചെയ്തേക്കാം. എന്നാൽ അതുകൊണ്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഓഡിറ്റർ എന്നുള്ളതിന് അൽ മുദഖിഖ്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അൽ ഖാരിജി, ഇന്റേണൽ എന്നുള്ളതിന് അദ്ദാഖിലി അൽ ഖാരിജി. നോക്കൂ, എക്സ്റ്റേണൽ ഓഡിറ്റർ പ്രസന്റിംഗ് ആൻ ഒപ്പീനിയൻ ഓൺ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അയാൾ എന്താ ചെയ്യണത്? ആ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ അയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രസന്റിങ്, അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ പ്രസന്റ് ചെയ്യാണ് ആൻ ഒപ്പീനിയൻ, ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. യതളമ്മനു, ആ ഒരു റിപ്പോർട്ടിൽ അയാൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യതളമ്മനു റഅയഹു, എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസന്റിങ് എന്ന് പറഞ്ഞാൽ യുഖദ്ദിമു എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം കേട്ടോ. യുഖദ്ദിമു പ്രസന്റിങ്. എന്താണ് അയാൾ പിന്നെ ചെയ്യുന്നത്? ആൻ ഒപ്പീനിയൻ, ഒരു ഒപ്പീനിയൻ അയാൾ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോ യുഖദ്ദിമു റഅയഹു അല്ലെങ്കിൽ യതളമ്മനു റഅയഹു, എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പീനിയൻ ആണ്? ഓൺ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബിശഇനി അൽ ഖവാഇമിൽ മാലിയ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഒരു കമ്പനിയുടെ അതിന്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് കൃത്യമായി, അവിടുത്തെ വരവ് എങ്ങനെയാണ്, ചെലവ് എങ്ങനെയാണ്, അതിലൊക്കെ എത്രമാത്രം സൂക്ഷ്മത പുലർത്തുന്നു തുടങ്ങിയ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ മുഴുവൻ അയാൾ എന്ത് ചെയ്യുന്നു? പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തന്റെ അഭിപ്രായം കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അയാൾ സമർപ്പിക്കുന്നത്. അപ്പൊ നോക്കൂ, എ ഫോർമൽ റിപ്പോർട്ട് ഹുവ തഖ്റീറുൻ റസ്മിയുൻ ഇഷ്യൂഡ് ബൈ യുസ്തിറുഹു അല്ലെങ്കിൽ അസ്തറഹു. ആരാണ് അത് ഇസ്താർ ചെയ്തിട്ടുള്ളത്? ബൈ ദി എക്സ്റ്റേണൽ ഓഡിറ്റർ അൽ മുദഖിഖുൽ ഖാരിജി presenting an opinion on the financial statements. യതളമ്മനു റഅയഹു ബിശഇനി, ഓൺ എന്ന് പറഞ്ഞാൽ ബിശഇനി, അതുമായി ബന്ധപ്പെട്ട് ബിശഇനി, അല്ലെങ്കിൽ ആൻ എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഹൗല എന്ന് പറഞ്ഞാലും മതി. ബിശഇനി അൽ ഖവാഇമി അൽ മാലിയ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഖായിമത്ത് എന്നതിന്റെ ജംആണ് ഖവായിം. ഖായിമത്ത് പറഞ്ഞാൽ ലിസ്റ്റ്, മെനു എന്നൊക്കെയാണ് ഖായിമത്തിന്റെ അർത്ഥം കേട്ടോ. ഖായിമത്ത് നിൽക്കുന്നവൻ, അതിന്റെ മുഅന്നത്താണ് ഖായിമത്ത്. ആ വാക്കൊന്ന് പരിചയപ്പെടുത്തിയതാണ് ഞാൻ, നിൽക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട്. അതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം, മറിച്ച് എന്താണ്? ഖായിമത്ത് പറഞ്ഞാൽ മെനു. ഇപ്പം ഖായിമത്തുൽ മത്ഉമാത്തി, അപ്പൊ എന്താണ്? ഫുഡ് മെനു ആണ്, അല്ലെങ്കിൽ അൽ അഗ്ദിയത്തി, ഗിദാഉൻ ജംഉ അഗ്ദിയത്ത്. അപ്പൊ ഖായിമത്ത് പറഞ്ഞാൽ എന്താണ്? മെനു അല്ലെങ്കിൽ ലിസ്റ്റ്. ഖായിമത്ത് ലിസ്റ്റ്, അതിന്റെ ജംആണ് ഖവായിം. അപ്പൊ ലിസ്റ്റാണ്, ഫൈനാൻഷ്യലും ആയിട്ടുള്ള ലിസ്റ്റാണ്. നോക്കൂ, ഇത് ആർക്കുള്ള റിപ്പോർട്ടാണ്? ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഗൾഫ്
പെട്രോ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ്, അവർക്കാണ് ഈ ഒരു റിപ്പോർട്ട് ഉള്ളത്. അപ്പൊ ആർക്കാണ്? ടു ദി ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണത്. ഓക്കെ, നിക്ഷേപകർക്ക്, ഓഹരി നിക്ഷേപകർക്കുള്ളതാണ്. അപ്പോ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് എന്താ പറയാണ്? മുസാഹിമൂ എന്നാണ് ഷെയർ ഹോൾഡേഴ്സ്. മുസാഹിമുൻ, സഹുമാണ് ഷെയർ, സഹുമുൻ ഷെയർ, മുസാഹിമുൻ ഷെയർ ഹോൾഡർ, അതിന് ജമ്മാണ് മുസാഹിമൂൻ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോ ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഇലാ മുസാഹിമീ, ഏത് കമ്പനിയുടേതാണ്? ഓഫ് ഗൾഫ് പെട്രോളിയം എന്നതിൻ്റെയാണ് പെട്രോ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ്. അപ്പോ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ പിന്നെ കമ്പനി ലിമിറ്റഡ് ആ ഒരു വാക്കാണ് ആദ്യം പറയേണ്ടത്. അപ്പോ നമ്മൾ പറയുന്നതാണ് ശരിക്കത്തി. ഗൾഫ് എന്നുള്ളതിന് നമ്മൾ ജൽഫ് എന്ന് പറയും. ജൽഫ് സാധാരണഗതിയിൽ GU എന്ന് വന്നാല് ജൂ എന്ന് പറയണം. അപ്പൊ ഞാനിന്ന് എൻ്റെ മോനുണ്ട്, അവന് പിന്നെ ഈ ഒരു ചില കോഴ്സുകൾ കഴിഞ്ഞതാണ്. അപ്പൊ അവന് ഞാനൊരു വാക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അത് വായിക്കാൻ പറഞ്ഞു. അപ്പൊ അതിലുള്ളത് ഇങ്ങനെയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫി നു ജൂബാൽ, ആരായിരിക്കും അത്? ഫി നു ജൂബാൽ ആരായിരിക്കും? പെട്ടെന്ന് പറയണവർക്ക് സമ്മാനം. ഫി നു ജൂബാൽ. വേണുഗോപാൽ, വേണുഗോപാൽ ആണ്. താങ്ക് യു, വേണുഗോപാലാണ്. അപ്പോ ഫി നു ജൂബാൽ, ഇപ്പോ നമുക്കറിയാം റാഫീന്ദ്രാൻ രവീന്ദ്രൻ എന്നായിരിക്കും. റാഫീന്ദ്രാൻ രവീന്ദ്രൻ. അപ്പൊ ഇവിടെ ഗൾഫ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് എഴുതുമ്പോ ജൽഫ് എന്നാണ് എഴുതുക. വളരെ വ്യാപകമായിട്ട് GU എന്ന് വന്നാൽ ജൂ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ജൽഫ്, ജൽഫ് എന്ന് പറഞ്ഞാൽ മതി. ഗൾഫ്. പെട്രോ എന്നുള്ളതിന് ബിത്രു, ബിത്രു. അപ്പൊ ശരിക്കത്തു ജൽഫ് ബിത്രു ലിത്തിജാറത്തി, ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് അൽ മഹദൂദത്താണ്. ലിമിറ്റഡ് എന്നുള്ളതിന് അൽ മഹദൂദ, അൽ മഹദൂദത്താണ് ലിമിറ്റഡ്. നമ്മൾ പറഞ്ഞിട്ടില്ല, കമ്പനി ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ശരിക്ക മഹദൂദ, ശരിക്ക ഗൈറു മഹദൂദ, രണ്ടുണ്ട്. ശരിക്ക മഹദൂദ ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാല് ഈ കമ്പനി ഉടമയുടെ റെസ്പോൺസിബിലിറ്റി അത് ലിമിറ്റഡ് ആയി. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നാണ് അത് പറയാം. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി അഥവാ ശരിക്കത്തുൻ ദാത്തു മസ്ഊലിയത്തിൻ മഹദൂദത്തിൻ. ഓക്കെ, ശരിക്കത്തുൻ ഒരു കമ്പനിയാണ്. ദാത്തു മസ്ഊലിയത്തിൻ എങ്ങനെയുള്ള കമ്പനിയാണ്? ഉത്തരവാദിത്തമുള്ള കമ്പനി. എങ്ങനെയുള്ള ഉത്തരവാദിത്തം? മഹദൂദത്തിൻ ലിമിറ്റഡ് ആയിട്ടുള്ള. അഥവാ ആ കമ്പനി ഉടമ, ആ കമ്പനി, ഈ കമ്പനി ഒരു നഷ്ടത്തിലാവുകയാണെങ്കിൽ ഈ കമ്പനി ഉടമയുടെ മറ്റു പ്രോപ്പർട്ടീസും ഒന്നും അയാൾക്ക് ഈ കമ്പനിയുടെ ബാധ്യത തീർക്കാൻ നിയമപരമായിട്ട് എടുക്കേണ്ടി വരില്ല. ഈ കമ്പനിയുടെ പിന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ കമ്പനിയിൽ മാത്രം പരിമിതം. അതാണ് മഹദൂദത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കേട്ടോ, മഹദൂദത്ത്. നെക്സ്റ്റ് ലിമിറ്റഡ്. അപ്പൊ ഇല മുസാഹിമി ശരിക്കത്തി ജൽഫ് ബിത്രു ലിത്തിജാറത്തി അൽ മഹദൂദ. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? അറബിക്കും ഇംഗ്ലീഷും ഒരുമിച്ചിട്ടുള്ളത് അയച്ചു തരും കേട്ടോ. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. ആക്ച്വലി ഐ ആം നൗ ഫി ഹാദിഹിൽ അയ്യാം ബിസി മഷ്ഗൂൽ ലിൽഗായ وحيث أشارك وأشاطر في عدة برامج مشاريع تعليمية وكذلك الاجتماعية، ولذلك أنا مشغول. ولذلك إخواني أعزائي مثلكم like you، ولذلك أنا أطلب then I request you to remind me لتذكيري إن أنا نسيت يعني الإرسال، إن أنا نسيت إرسال أو مشاركة المادة
المترجمة إن شاء الله تبارك وتعالى. وأنا أريد أن أتحدث معكم بالعربية كالمعتاد إن أنتم راغبون في توسعة نطاق اللغة العربية. أنا أطلب منكم كي تشاركوا في هذه المهمة الوظيفية إن شاء الله تبارك وتعالى. كما تعرفون أنتم من يريد منكم يعني توسعة نطاق اللغة العربية، أو يعني تحسين أو ترقية الترقي في مجال اللغة الوظيفية أو اللهجة الوظيفية. أنتم تشاركون في عملية توسعتها وترويجها وتحسينها وترقيتها. هذا مطلوب من جانبكم إخواني الكرام. حقيقة we have audited the accompanying financial statements of the company for the year ended 31st December 2025. കണ്ടില്ലേ? We have audited. അപ്പൊ ഞങ്ങൾ ഓഡിറ്റ് ചെയ്തു. ഒരു ഓഡിറ്റിംഗ് കമ്പനി ആയിരിക്കുമല്ലോ. We have audited. لقد قمنا എന്താണ് ബിത്തദ്ഖീഖ്, മുദഖിഖ് കേട്ടോ, ബിത്തദ്ഖീഖ്. ലഖദ് ഖുംനാ ബിത്തദ്ഖീഖ്. We have audited. എന്താണ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്? ദി അക്കമ്പനിയിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ എന്താ ചെയ്തത്? ഇതിനോടൊപ്പം വെച്ചിട്ടുള്ള ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദി അക്കമ്പനിയിങ് എന്ന് പറഞ്ഞാൽ അൽ മുർഫഖത്ത് എന്നാണ് പറയട്ടോ. ഇർഫാഖ്, എൻക്ലോസ്ഡ് എന്നും പറയും. അപ്പോ അൽ ഖവായിം അൽ മാലിയ അൽ മുർഫഖ, ആരുടെ എന്തിന്റെ പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ആണ്? ഓഫ് ദി കമ്പനി ലിശരിക്ക. ഏതു വർഷത്തിൻ്റെതാണ്? ഫോർ ദി ഇയർ എൻഡഡ് 31st December 2025. 2025 വർഷത്തെ ഡിസംബർ 31 അവസാനിക്കുന്ന വർഷത്തെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഇതിന്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ലഖദ് ഖുംനാ ബിത്തദ്ഖീഖി അൽ ഖവായിമി അൽ മാലിയ അൽ മുർഫഖ ലിശ്ശരിക അനിസ്സനത്തിൽ മുൻതഹിയ. ഏത് വർഷത്തിൻ്റെതാണ്? ഫോർ ദി ഇയർ എന്നുള്ളത് ഇവിടെ അനിഷ് അസനത്തിൽ മുൻതഹിയ കേട്ടോ. അപ്പൊ എപ്പോഴും അറബിക്കും ഇംഗ്ലീഷും അതിന്റെ ഈ തഅദിയത്ത് ഒരേപോലെ ആവില്ല, ചില വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ ഉണ്ടോ? നമ്മൾ സാധാരണ അവസാനം നമ്മൾ എഴുതൂലേ, ഈ ഇപ്പൊ ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി എന്ന് എഴുതൂലേ നമ്മള്, ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി. അപ്പൊ അവിടെ ഫോർ ദി ജനറൽ സെക്രട്ടറി എന്നുള്ളതിന് ആൻ എന്ന എഴുതുക. ശരിക്കും ലീ നല്ല എഴുതുക, അൻ എഴുതുക. ഇവിടെ അതേപോലെ തന്നെയാണ്, ആൻ എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അനിസനത്തിൽ മുൻതഹിയ ഫോർ ദി ഇയർ എൻഡഡ് 31st December 2025 അൽ മുൻതഹിയത്തി ഫി അൽ 31 December 2025. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ അക്കങ്ങൾ പറയുമ്പോൾ എപ്പോഴും 1900 ഇസ്തഖല്ലത്തിൽ ഹിന്ദു ഫി 1947 എന്ന് പറയാൻ പറ്റില്ല. അറബി പറയുമ്പോൾ ആ അക്കങ്ങളും അറബിയിൽ പറയണം. ഇസ്തഖല്ലത്തിൽ ഹിന്ദു ആം ഫി ആമി 1927 അങ്ങനെ പറയണം. അപ്പോൾ ചിലപ്പോൾ ആ സംഖ്യ വളരെ വലുതൊക്കെ ആയിരിക്കും. 38,45,62,316 അങ്ങനെയൊക്കെയുള്ള അക്കങ്ങളൊക്കെ ഉണ്ടാവും. $316 എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ 38 കോടി എന്ന് എഴുതുമ്പോൾ 380 മില്യൺ എന്ന് എഴുതുക. 380 മില്യൺ 380 മില്യൂൺ എന്ന് പറഞ്ഞിട്ട് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഒരു ദിവസം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അത് അറിയാൻ? ഈ വലിയ സംഖ്യകളൊക്കെ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഡിയേഴ്സ്? ഓക്കെ ഇൻഷാ അല്ലാഹ്. അഷ്കുറുക്കും ശുക്രൻ ജസീറൻ. നിങ്ങളുടെ ക്യൂരിയോസിറ്റി കേട്ടോ, അന്തും അൽ ഫുദൂലിയൂൻ, നിങ്ങൾ ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. ഓക്കെ, നല്ല ജിജ്ഞോത്സുകരാണ് നിങ്ങൾ. അഷ്കുറുക്കും ശുക്രൻ. നിങ്ങളുടെയൊക്കെ മുഖം കാണാൻ ഭയങ്കര താല്പര്യം.
ഏതുപോലെ തന്നെ അറിയും. ഒരാൾക്ക് 28 വർഷം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് ഓക്കെ, കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവില്ലേ ക്യാമറ തുറക്കാൻ കഴിയുന്നവർ? ഒരു വിഭാഗമെങ്കിലും വേണ്ടേ? ആരുമില്ലേ? ക്യാമറ തുറന്നു വെച്ചുകൊണ്ട് ഉറങ്ങിയവരുണ്ടാവാൻ കൂട്ടത്തില്. ശക്തമായ കൂർക്കം വലിയുടെ അകമ്പടിയോടുകൂടെ ക്ലാസ്സിൽ ഇരിക്കുന്നവരുണ്ടാവും. പോട്ടെ, നോക്കൂ. അപ്പൊ ലഖദ് ഖുബ്നാ ബിതദ്ഖീഖി അൽ ഖവായിമിൽ മാലിയ്യത്തിൽ മുർഫഖ ലിശ്ശരിക അനി സനത്തിൽ മുൻതഹിയ ഫി 31 ഡിസംബർ 2025. ഇനി മാനേജ്മെന്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനുള്ള മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റിക്ക് പറയാൻ എന്താണ്? മസ്ഊലിയത്ത്. നമുക്കറിയാം മസ്ഊലിയത്താണ്. മസ്ഊലിയത്തുൽ ഇദാറ, മാനേജ്മെന്റ്സ് റെസ്പോൺസിബിലിറ്റി. മാനേജ്മെന്റ് എന്ന് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രഫി എസ് ഉണ്ട് അവിടെ. മാനേജ്മെന്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനിൽ ഖവാഇമി അൽ മാലി. സുഹൃത്തുക്കളെ, ഞാൻ മാത്രം ക്യാമറ ഓൺ ആക്കിയാൽ മതി ഇപ്പൊ. മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ for preparing financial statements in accordance with international financial reporting standards. അദ്ദേഹത്തോടൊന്ന് മിണ്ടാതിരിക്കാൻ പറയോ ആരെങ്കിലും? ഓക്കെ. മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ്. നമ്മളിപ്പോ നല്ലൊരു സദസ്സിൽ ഇങ്ങനെ നിശബ്ദമായി നിലകൊള്ളുന്ന ഒരു സമയത്ത് ഒരാളാണ് ഒച്ചട്ട് വിചാരിക്കുക, അത് മഹാമോശമായ കാര്യം. എന്ന പോലെ തന്നെയാണ് ക്യാമറ ഓൺ ആക്കൽ, സോറി ഈ മൈക്രോഫോൺ ഓൺ ആക്കുന്നത് കേട്ടോ ഈ ക്ലാസ്സിലൊക്കെ. അപ്പൊ എല്ലാവരും നമ്മളിങ്ങനെ നോക്കും, ആരാണത് നോക്കും. വല്ലാത്ത ഇടങ്ങാറായിപ്പോയി. അപ്പോ മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒരു അന്തർദേശീയമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതിന്റെ പിന്നെ രാഷ്ട്രാന്തരമായിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു രീതിയുണ്ട്. അതിന് വിധേയമായിക്കൊണ്ട് പിന്നെ ഉള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ മാനേജ്മെന്റ് പിന്നെ എന്താണ്, അവർക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ, അവര് ഉത്തരവാദികളാണ് ഫോർ പ്രിപ്പയറിംഗ്, തയ്യാറാക്കാൻ. എന്താണ് തയ്യാറാക്കേണ്ടത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ എങ്ങനെയാണ് പറയാ? അപ്പോ മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ. അപ്പോ തതഹമ്മലുൽ ഇദാറത്തു മസ്ഊലിയത്ത്, അങ്ങനെയാണ്. തതഹമ്മലുൽ ഇദാറത്തു മസ്ഊലിയത്ത, മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ. തഹമ്മല ചുമക്കുക, വഹിക്കുക. തതഹമ്മലു അൽ ഇദാറത്തു മസ്ഊലിയത്ത, എന്തിന്റെ മസ്ഊലിയത്താണ്? ഇഅ്ദാദാണ് പ്രിപ്പയറിംഗ്. പ്രിപ്പയറിംഗ്. എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അൽ ഖവാഇം അൽ മാലിയ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എങ്ങനെ, ഏതടിസ്ഥാനത്തിൽ, ഏതിനു വിധേയമായി? വഫ്ഖ, ഇൻ അക്കോർഡൻസ് വിത്ത്. വഫ്ഖ എന്നാണ് പറയട്ടോ. അവിടെ തിബ്ഖൻലി എന്നും പറയാറുണ്ട്. തിബ്ഖൻലി, ഇൻ അക്കോർഡൻസ് വിത്ത്. ഇൻ അക്കോർഡൻസ് വിത്ത്. വഫ്ഖ, വഫ്ഖ എന്ന് പറഞ്ഞാൽ ഇൻ അക്കോർഡൻസ് വിത്ത് എന്നുള്ള 2-3 വാക്കുകൾക്ക് പകരം വഫ്ഖ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതിന് അൽ മആയീർ എന്നാണ് പറയട്ടോ, നിലവാരം എന്നാണ് അർത്ഥം. മിഅയാർ എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ എന്ന് പറയാറുണ്ട്, മാനദണ്ഡം എന്ന് പറയാറുണ്ട്, ക്രൈറ്റീരിയ എന്ന് പറയാറുണ്ട്. ഇവിടെ നമുക്ക് നിലവാരം എന്നുള്ള അർത്ഥത്തിലാണ്. അൽ മആയീർ, വഫ്ഖൽ മആയീർ ദുവലിയ. എന്തിനുള്ള പിന്നെ
പിന്നെ മആയീറാണ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ട്ടോ. അപ്പോ വഫ്ഖൽ മആയീരി അദ്ദുവലിയ ലിഇഅദാദി അത്തഖാറീരി അൽമാലിയ. അപ്പോ രാഷ്ട്രാന്തരമായി ഇട്ടുള്ള നിലവാരങ്ങൾക്കനുസരിച്ച് ലിഇഅദാദി അത്തഖാറീരി അൽമാലിയ. ലിഇഅദാദി എന്ന് പറയാൻ പറ്റില്ല, ലിഇഅദാദി, കാരണം ഇതൊരു ഖത്ഇന്റെ ഹംസയാണ്. ലിഇഅദാദി അങ്ങനെ വായിക്കണം. ലിഇഅദാദി എന്ന് പറയാൻ പറ്റില്ല. ബിസ്മി എന്ന് പറയുന്ന പോലെ, കാരണം അത് വസ്ലിന്റെ ഹംസയാണ് ബിസ്മി. ലിഇഖ്റാജിഹിം എന്ന് പറയണം, കാരണം അഖ്റജ എന്നുള്ള അഫ്അല വസനിലുള്ള ഹംസ എന്നുള്ളത് ഖത്ഇന്റെ ഹംസയാണ്. അത് കൂട്ടി മൊഴിയുമ്പോഴും അതെന്ത് ചെയ്യണം, അത് നഷ്ടപ്പെട്ടു പോവില്ല. അതുകൊണ്ടാണ് ലിഇഅദാദി അൽ ഖവാഇം അൽ അത്തഖാരീരി അൽ മാലിയ എന്ന് പറയുന്നത്. നോക്കൂ നെക്സ്റ്റ്. ഇനി മാനേജ്മെന്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ സേഫ് ഗാർഡിംഗ് അസെറ്റ്സ് ആൻഡ് പ്രിവെന്റിംഗ് ഫ്രോഡ്. ഇനി മാനേജ്മെന്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ, മാനേജ്മെന്റിന് ബാധ്യതയുണ്ട് ഫോർ സേഫ് ഗാർഡിംഗ്, സംരക്ഷിക്കാൻ, അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസെറ്റ്സ് ആൻഡ് പ്രിവെന്റിംഗ് ഫ്രോഡ്. അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിജില്ലാത്ത് അല്ലേ, അസെറ്റ്സ്. മുമ്പുള്ള ഒരു ഓക്കെ, സോറി. അപ്പോ മാനേജ്മെന്റ് ഷാൾ മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് ഇഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾസ് അല്ലേ, അതല്ലേ? അതെ. അപ്പോ മാനേജ്മെന്റ് ഷാൾ മെയിൻറ്റെയിൻ, മാനേജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? പ്രോപ്പർ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, ശരിയായിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾസ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾസും അതിനും മാനേജ്മെന്റ് ബാധ്യസ്ഥമാണ്. ഓക്കെ, അപ്പോ എന്താണെന്ന് വെച്ചാല്, ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട് റെക്കോർഡ്സ്. നമുക്കറിയാം, ഒരു കമ്പനിയുടെ, ഒരു സ്ഥാപനത്തിന്റെ ശരിക്കുള്ള അക്കൗണ്ടിന്റെ റെക്കോർഡ്സുകൾ, പല രീതിയിലുള്ള റെക്കോർഡ്സുകൾ ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അത് സൂക്ഷിക്കുക, അത് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക, അതുപോലെ തന്നെ അതിൽ ക്രമക്കേടുകളൊന്നും വരാതിരിക്കാൻ നോക്കുക, തുടങ്ങിയിട്ടുള്ള ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യുക പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അതിൽ തകരാറ് വരാതിരിക്കാൻ സംഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോന്നിന്റെയും മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ആൻഡ് ഇഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾസ് വേണം. അപ്പോ ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്നതാണ് ഒരു അത് കൃത്യമായിട്ട് സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതിനാണ് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞത്. അതിനെ വളരെ സൂക്ഷ്മത ഒക്കെ കാണിക്കുക, അതില് സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ പറയണം? യജിബു അലൽ ഇദാറത്തി, മാനേജ്മെന്റ് ഷാൽ മെയിൻറ്റെയിൻ എന്നുള്ളതിനെ നമുക്ക് പറയാം സുയാനത്തു എന്ന് പറയാമെങ്കിൽ, സുയാനത്ത് കേട്ടോ, സുയാനത്ത്, അല്ലെങ്കിൽ അൽ ഇഹ്തിഫാലു, രണ്ടും പറയാം. ഇഹ്തിഫാൽ എന്ന് പറയാം, സുയാനത്ത് എന്ന് പറയാം, സ്വാന സുൻ. ഓക്കെ, അൽ ഇഹ്തിഫാലു ബി എന്നാണ് പറയാം. ഹഫിള അൽ ഇഹ്തിഫാലു ബി സിജില്ലാത്തിൻ മുഹാസബിയ്യ, അതാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, സിജില്ലാത്തിൻ മുഹാസബിയ്യ അല്ലെങ്കിൽ സിജില്ലാത്തിൽ ഹിസാബ് ആൻഡ് ഇഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾസ്. അതുപോലെ തന്നെ ആൻഡ് ഇഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾസ് വലവാബിത്ത് റഖാബ ദാഖിലിയ ഫആല. ലവാബിത്ത് എന്ന് പറഞ്ഞാല് നിയമങ്ങൾ എന്നാണ് അർത്ഥം, ലവാബിത്ത് അല്ലെങ്കിൽ കൺട്രോൾ എന്നാണ് അർത്ഥം. ലവാബിത്ത് പറഞ്ഞാൽ റൂൾസ്, റഖാബത്താണ് കൺട്രോൾ കേട്ടോ, റഖാബത്ത് കൺട്രോൾ. ദാഖിലിയ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾസ്. ഫഅലത്താണ് ഇഫക്റ്റീവ്. അപ്പോ വളരെ ഫലപ്രദമാം വിധം അവയെയൊക്കെ ഇന്റേണലി അവയെയൊക്കെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും മാനേജ്മെന്റിനുണ്ട്. അപ്പൊ മാനേജ്മെന്റ് ഷാൾ മെയിൻറ്റെയിൻ, യജിബു, ഷാൾ എന്നുള്ളതിന് യജിബു ആണ്,
യജിബു അലൽ ഇദാറത്തി മെയിൻറ്റെയിൻ അൽ ഇഹ്തിഫാൽ പ്രോപ്പർ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ബിസിജില്ലാത്തിൻ ബിസിജില്ലാത്തി ഹിസാബിൻ ബിസിജില്ലാത്തി മുഹാസബത്തിൻ സലീമത്തിൻ. സലീമ അത് നമുക്കറിയാം, പ്രോപ്പർ ആയിട്ടുള്ള സലീമത്തായിട്ടുള്ള. ചിലപ്പോൾ പ്രോപ്പർ എന്നുള്ളത് നമ്മൾ സദീദ എന്ന് പറയും. സദീദ, ഖൗലുൻ സദീദുൻ, പ്രോപ്പർ വേർഡ്. സദീദത്തിൻ അങ്ങനെ പറയാം. സദീദത്ത് എന്ന് പറയാം, സലീമത്ത് എന്ന് പറയും. അതുപോലെ തന്നെ വലവാബിത്ത് റഖാബ ദാഖിലിയ ഫആല. ഓക്കെ, അപ്പൊ റഖാബത്ത് എന്താണ്? കൺട്രോൾ. ദാഖിലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ. ഫആല എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ്. ഇവിടെ ഏതെങ്കിലും മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ സുഹൃത്തുക്കൾ, എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ട് ചോദിച്ചോളൂ. സലീമത്ത് അല്ലേ? സലീമത്ത് എന്താണ്? അന്യൂനമായ ഒരു ന്യൂനതകളും ഇല്ലാത്ത സാധനം. അപ്പോ സലീമ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട എന്നതിലർത്ഥം. സലീമത്ത് രക്ഷപ്പെട്ട, അതായത് തകരാറൊന്നുമില്ലാത്ത ഒരു സാധനം, കുഴപ്പമൊന്നുമില്ലാത്തൊരു സാധനം. അതാണ് ഏത്? പ്രോപ്പർ എന്ന് പറഞ്ഞാൽ. സാധാരണ സദീദ് എന്നാ പറയാ. സദീദ് കേട്ടോ, പ്രോപ്പർ എന്നുള്ളതിന് സദീദ്. ഖൗലുൻ സദീദുൻ എന്ന് പറയും കേട്ടോ. ഷദീദ് പറഞ്ഞാൽ സ്ട്രോങ്. ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ റഖാബ ദാഖിലിയ എന്ന് പറഞ്ഞാല് ശരിക്കും ഇന്റേണലി അഥവാ കമ്പനിയുടെ ഓഫീസിലൊക്കെ ഉള്ള രേഖകളൊക്കെ ഇന്റേണലി അഥവാ അതിന്റെ അകത്ത് വെച്ച് അതിനെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്ന ഒരു രീതി മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടതുണ്ട്. റെഡിയല്ലേ? റെഡിയാണോ? ഓക്കെ. ഇനി മാനേജ്മെന്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ സേഫ് ഗാർഡിംഗ് അസെറ്റ്സ് ആൻഡ് പ്രിവെന്റിങ് ഫ്രോഡ്. ഓക്കെ, അപ്പോ മാനേജ്മെന്റ് ഇനി എന്തും കൂടി അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈസ് ഓൾസോ റെസ്പോൺസിബിൾ കമാ തതഹമ്മലു. ഓൾസോ എന്നുള്ളതിനാണ് നമ്മൾ കമാ ഉപയോഗിക്കണം കേട്ടോ. കമാ തതഹമ്മലു അൽ ഇദാറത്തു മസ്ഊലിയത ഹിമായത്തി അൽ ഉസൂൽ. റെസ്പോൺസിബിൾ ഫോർ സേഫ് ഗാർഡിംഗ്. സേഫ് ഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമായത്താണ്, സംരക്ഷിക്കുക. എന്താണ് സംരക്ഷിക്കേണ്ടത്? സേഫ് ഗാർഡിംഗ് അസെറ്റ്സ് ആണ്. അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ അസെറ്റുകളൊക്കെ, അതിന്റെ എന്താണ്? അതിന്റെ സ്വത്തുക്കൾ, അതിന്റെ സമ്പത്തും അതിന്റെ കാര്യങ്ങൾ മുഴുവൻ, എല്ലാ കാര്യങ്ങളും, അതാണ് അസെറ്റ്സ്. അതിന്റെ ഉസൂൽ, അറബിയിൽ പറയാം ഉസൂൽ എന്നാ പറയട്ടോ. ഉസൂല് അല്ലെങ്കിൽ അതിനകത്ത് പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഉസൂൽ എന്ന് പറയാം നമുക്ക്. അതിന്റെ സമ്പത്ത്. അതുപോലെ തന്നെ അതിന്റെ പ്രിവെന്റിങ് ഫ്രോഡ്. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും കബളിപ്പിക്കലോ വഞ്ചനയോ ഫ്രോഡിനെ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. എന്താ നമ്മൾ പറയാ? കമാ തതഹമ്മലുൽ ഇദാറത്തു മസ്ഊലിയത ഹിമായത്തിൽ ഉസൂലി. അതുപോലെ തന്നെ പ്രിവെന്റിങ് എന്നുള്ളതിന് അപ്പൊ സേഫ് ഗാർഡിംഗ് അസെറ്റ്സ് ഹിമായത്തുൽ ഉസൂൽ ആൻഡ് പ്രിവെന്റിങ് വമൻഇ ഫ്രോഡ് അൽ ഗശ്ശി വത്തലാഉബി. ഗശ് ഫ്രോഡ്. ഓക്കെ, വഞ്ചന, കബളിപ്പിക്കൽ. ഓക്കെ, ഗശ്. മൻ ഗശന ഫലൈസ മിന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി നേരത്തെ പറഞ്ഞു. ഇനി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. മസ്ഊലിയത്തു അൽ മുദഖിഖി. എന്താണ് മസ്ഊലിയത്തുൽ മുദഖിഖ്? അവർ റെസ്പോൺസിബിലിറ്റി. ഇത് മുദഖിഖാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അവര് പറയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തം ഈസ് ടു എക്സ്പ്രസ് ആൻ independent opinion based on our audit procedures
ഞങ്ങളുടെ ഓഡിറ്റ് പിന്നെ നടപടികളും അതിൻ്റെ നടപടികൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള അതിനെ ബേസ് ചെയ്തിട്ട് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ അവസാനം പറയും. ഞങ്ങൾ നോക്കിയിട്ട് ഇന്ന രീതിയിലാണ് എന്ന് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയും. ഈ കമ്പനിയുടെ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയും. അതാണ്. അപ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു എക്സ്പ്രസ് ആൻ ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ അവർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓക്കെ. അപ്പൊ തതഹമ്മലു മസ്ഊലിയതുന, എക്സ്പ്രസ് എന്ന് പറഞ്ഞതാണ് തഅബീർ എന്ന് പറയാറുണ്ട് പലപ്പോഴും. തഅബീർ അല്ലെങ്കിൽ ഇബ്ദാ, അബ്ദാ യുബ്ദി ഇബ്ദാ, എക്സ്പ്രസ് ട്ടോ, അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ഇബ്ദാ ഉർ റഈ എന്നാണ് പറയാ. അതിന്റെ വാക്ക് നമുക്കറിയാം. ബദാ യബ്ദു, യബ്ദു ഹി സീംസ്, അയാൾ ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നു. ബദാ യബ്ദു, അബ്ദാ യുബ്ദി ഇബ്ദാ. അപ്പോ അതാണ് ഇബ്ദാ, എക്സ്പ്രസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ. അതാണ് ഇൻഡിപെൻഡന്റ് ഫി ഇബ്ദാഇ റഈൻ മുസ്തഖില്ലിൻ. അതാണ് ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ, സ്വതന്ത്രമായിട്ടുള്ള ഒപ്പീനിയൻ. ഇസ്തിനാദൻ, അതാണ് ബേസ്ഡ് ഓൺ, അലാ അസാസി എന്ന് പറയാം, അല്ലെങ്കിൽ ബിനാഅൻ അല എന്ന് പറയാം, അല്ലെങ്കിൽ ഇസ്തിനാദൻ ഇല എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയാം അതിന് വേണമെങ്കിൽ. ഇസ്തിനാദൻ ഇല ഇജ്റാഅത്തി തദ്ഖീഖ് ബേസ്ഡ് ഓൺ അവർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അതാണ് പ്രൊസീജിയേഴ്സ് എന്നതിന് നടപടിക്രമങ്ങൾ. അതാണ് ഇജ്റാഅത്ത്. നമ്മൾ ഈ അഡ്മിഷന്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവും, പ്രൊസീജിയേഴ്സ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. ഇജ്റാഅത്തുൽ ഖബൂൽ എന്നാ പറയാ. അഡ്മിഷൻ എന്താണ്? ഖബൂൽ എന്നാ പറയട്ടെ, അഡ്മിഷൻ. അല്ലതീ ഖുംനാ ബിഹ, ഞങ്ങൾ നിർവഹിച്ചു. ബേസ്ഡ് ഓൺ അവർ എന്നുള്ളതിനാണ് ഖുംനാ ബിഹ എന്ന് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ നടത്തിയിട്ടുള്ള എന്നാണ് അതിന്റെ അർത്ഥം. അല്ലത്തിയ ഖുംന, ഞങ്ങൾ ചെയ്തിട്ടുള്ള. ഓക്കെ, നെക്സ്റ്റ്. ഇനി വി കണ്ടക്റ്റഡ് അവർ ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വി കണ്ടക്റ്റഡ്, ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ലഖദ് അജ്റൈന, ഞങ്ങൾ നടത്തിയത്. വി കണ്ടക്റ്റഡ്, ലഖദ് അജ്റൈന അവർ ഓഡിറ്റ്. ഓക്കെ, അത്തദ്ഖീഖ, ലഖദ് അജ്റൈന അത്തദ്ഖീഖ ഇൻ അക്കോർഡൻസ് വഫ്ഖൻ വിത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് വഫ്ഖൻ ലി അൽ മആയീരി ദുവലിയ ലിത്തദ്ഖീഖ്. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഓഡിറ്റിംഗ് എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രാദേശികമായി മാത്രം അനുവർത്തിക്കപ്പെടുന്ന, ഫോളോ ചെയ്യപ്പെടുന്ന രീതിയിലല്ല. ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ കമ്പനികളിലും എല്ലാ രാജ്യങ്ങളിലും നടത്തിപ്പോകുന്ന ആ ഒരു ഓഡിറ്റിങ്ങിന്റെ ആ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ്, ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ലഖദ് അജ്റൈന അത്തദ്ഖീഖ വഫ്ഖൻ ലി അൽ മആയീരി ദുവലിയ ലിത്തദ്ഖീഖ്. We conducted our audit in accordance with international standards on auditing. പിന്നെ ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയണത് എന്താന്ന് വെച്ചാലേ, ഇതൊക്കെ കുറച്ച് ഇതിന്റെ വേർഡിങ്സ്, ഇതിന്റെ പദപ്രയോഗങ്ങളൊക്കെ പഠിപ്പിക്കാന്നുള്ളൂ. ഇതിപ്പോ യാസീനോദന മഹത്വം ഉണ്ടാവില്ല. അതായത് നമ്മൾ ഓരോരോ ഡോക്യുമെന്റ് കാണുമ്പോൾ ഈ വാക്കുകളൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഏറെക്കുറെ ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അത് ചിന്തിക്കണ്ട കേട്ടോ. ഇപ്പോ അവൻ മാർക്കറ്റിലേക്ക് പോയി, അതിപ്പോ അങ്ങനെ പറയലത്ര അവൻ മാർക്കറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ മഹത്വമൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു ഭാഷ പഠിക്കുക ചെയ്യുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെയല്ലേ? am I correct? ഇത് ചിലർക്ക് തോന്നും പിന്നെ ഇതിപ്പോ എന്തെത്താ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും തോന്നും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. ഇപ്പത്തെ കാലത്തൊക്കെ അങ്ങനെ തോന്നാതിരിക്കാറാണ് തന്നെ വലിയൊരു മഹത്വമാണ്. സുഹൃത്തുക്കളെ, നമുക്ക് 5 മിനിറ്റ് അറബിയിൽ സംസാരിച്ചാലോ? നിങ്ങളുണ്ടോ? ഏത് ഇൽമായി കഴിഞ്ഞാലും അത് നേടുന്നതിന് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. പടച്ചോനെ, അൽഹംദുലില്ലാഹ്, കറക്റ്റ്, യു ആർ കറക്റ്റ്. ഐ അപ്രീഷിയേറ്റ് യു. ഓക്കെ, അൽഹംദുലില്ലാഹ്, ദാറ്റ് ഈസ് ഗുഡ്.
اوكي. اشكرك شكرا جزيلا على هذه الكلمة الطيبة المباركة الجزيلة القيمة. خير الكلام ما دل ما قل ودل എന്ന് പറയാറുണ്ട്. ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല. ചിലവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു 1/2 മണിക്കൂറെങ്കിലും പ്രസംഗിക്കണം എന്നാണ് ചിലവർ വിചാരിക്കുന്നത്. അപ്പം എത്ര മണിക്കൂർ പ്രസംഗിക്കുന്നു എന്നതല്ല, ആ പറയുന്ന കാര്യം ശ്രോതാവിന്റെ ഹൃദയത്തിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നത് അനുസരിച്ചാണ്. ഒരൊറ്റൊരു മിനിറ്റ് മതി പ്രസംഗിക്കാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഖൈറുൽ നന്നായിട്ട് ഇൽമുണ്ടാക്കണം. കുറേ ഇൽമുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് 1 മിനിറ്റ് സംസാരിക്കും. ഖൈറുൽ കലാമി, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വചനം, ഏറ്റവും ഗഹനമായ ഭാഷണം എന്നത് മാഖല്ല, അത് ഹ്രസ്വമാണ്. ഹ്രസ്വവും എന്നാൽ വദല്ല, ആശയസമ്പുഷ്ടം. ഹ്രസ്വമാണെങ്കിൽ പോലും ആശയസമ്പുഷ്ടമായിട്ടുള്ള ഭാഷണമാണ് ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും ഉത്തമം എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് തത്വം. ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല. ولذلك أنا أوصيكم باختصار ويعني تلخيص الكلمات، بتلخيص الكلمات. أوكي، بغض النظر عن الوقت الذي ننفق. بالنسبة إلينا الوقت أنفس الأشياء في هذه الدنيا. ولذلك نحن نحترم أوقات الناس عندما نواجههم أو نلقي إليهم الكلمات، وإنما نحن نأخذ من أوقاتهم النفيسة، ولو كانوا خاصة أو عامة، بغض النظر عن خصوصيتهم أو عموميتهم، بغض النظر عن هذه الأمور. نحن بلا شك إخواني الكرام، نحن نحافظ على الوقت كما علمنا ديننا الحنيف، وكما يعلمنا الأديان الأخرى أيضا. ولذلك نحن نحافظ على الأوقات ونعرف قيمته. صحيح. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയൂ സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ക്യാമറ ഓണാക്കി ഇരിക്കാൻ കഴിയോ? അതിനുള്ള ശക്തിയുണ്ടോ? അടുത്ത ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ അതിന് തയ്യാറായവര്? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഉറപ്പില്ലേ? ഉറപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് നോക്കാം നമുക്ക്, കുറച്ചാളെങ്കിലും. ഓക്കെ, വളരെ സന്തോഷം. പിന്നെ ഹബീബിങ്ങളെ, നിങ്ങൾ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കൂ, എന്തെങ്കിലും എന്നോട് അറബിയിൽ ചോദിക്കൂ, ഞാൻ ലെറ്റ് മീ ആൻസർ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും അറബിയിൽ ചോദിക്കൂ. أنا أحب العربية. اليوم سألني بعض الناس ما هي اللغة المفضلة بالنسبة إلى إنسان، فأنا بغير تردد أنا قلت له العربية بلا شك، لأن العربية قوية، لأن العربية حلوة، لأن العربية ذات وفرة يعني الكلمات المتوفرة، يعني بغض النظر عن الخصوصيات المعنوية الدينية. ونحن بلا شك نحن نحترم هذه اللغة كلغة رسمية لديننا الحنيف، ولكن هذه اللغة يعني لغة صناعية، يعني لغة السوق، لغة الشرق الأوسط، لغة المستقبل، ولذلك نحن نحترم اللغة العربية. وأنا أوصيكم إخواني الكرام يعني أن تهتموا بهذه اللغة اهتماما بالغا وتطبقوها في حياتكم، ويعني ولتكن اللغة العربية لغة الأولى ليست بالثانية. وكما نعرف
ونحن نصف هذه اللغة second language. حقيقة ليست هذه ب second language بل first language. كما يقول ترامب America is first. America first. اللغة هي الأولى. اللغة هي الأولى. إن شاء الله سنلتقي بإذن الله الساعة الآن 9:30. إن شاء الله سنلتقي بإذن الله في يعني الأربعاء المقبل إن شاء الله. വെള്ളിയാഴ്ച എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഫാത്തിമ മാഡം, നമുക്ക് ഈ പ്രാവശ്യത്തെ ക്ലാസ് നമുക്ക് അടിപൊളിയാക്കണം. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ക്ലാസ്സുകളാണ്. ശരിക്കും ഓക്കെ. ഷാർജയുടെ അറബി പദം എന്താണെന്ന്? ഷാർജ, ഷാരിഖ, ഷാരിഖ്. ഓക്കെ, സൂപ്പർ. ജർമ്മൻ എങ്ങനെ പറയാ? ജർമ്മൻ, ജർമ്മൻ. അൽമാനി. അൽമാനിയ നോക്കിയോ? ഇല്ല. അടിപൊളി. ഓക്കെ, ആദിവാസി. ആദിവാസി എന്ന് പറയാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല, ഭരണഘടന എനിക്കറിയില്ല. ആദിവാസി എങ്ങനെ പറയണം? ആർക്കെങ്കിലും അറിയോ? ആദിവാസി. അൽ അസ്വലിയൂൻ. അൽ അസ്വലിയൂൻ കേട്ടോ, അസ്വലിയൂൻ. ഇൻഷാ അല്ലാഹ് എന്ന് എഴുതുമ്പോ പ്രിയപ്പെട്ട ജസീലെ കുട്ടി, ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോ ഇൻ എന്നത് വേറെ എഴുതണം, ഷാ വേറെ എഴുതണം. ഓക്കെ. ഇൻഷാ എന്ന് പറഞ്ഞാൽ പിന്നെ കൺസ്ട്രക്ഷൻ എന്നാണ് അർത്ഥം കേട്ടോ. ഇൻഷാ കൺസ്ട്രക്ഷൻ എന്നാണ് അർത്ഥം. ഇൻഷാ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്നർത്ഥം, നിർമ്മാണം അല്ലെങ്കിൽ പ്രബന്ധം എന്നൊക്കെ അർത്ഥം ഇൻഷാ. ഓക്കെ, ഓ അടിപൊളി അടിപൊളി. ഇൻഷാ അല്ലാഹ്. മുമ്പ് റേഡിയോയിലേക്ക് ഒരാൾ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 10-30 കൊല്ലം മുമ്പ് ഒരാൾ റേഡിയോ, അന്നിങ്ങനെ റേഡിയോയിലേക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കത്തെഴുതി പറഞ്ഞു. ശരിക്ക് നിങ്ങൾ പലപ്പോഴും നന്ദി എന്ന് പറയാറുണ്ട്. ശരിക്കും നന്ദി എന്നല്ലേ പറയേണ്ടത് എന്നായിരുന്നു ചോദ്യം. അപ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആള് പറഞ്ഞു, ഓർമ്മപ്പെടുത്തിയതിന് നന്ദി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെ ഇൻഷാ എന്ന് തിരുത്തിയതിന് നന്ദി രേഖപ്പെടുത്തും. إن شاء الله سنلتقي بإذن الله في الأسبوع القادم إن شاء الله. إلى اللقاء، مع السلامة، في أمان الله، حياكم الله. لا تنسونا من صالح دعائكم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة വഅലൈക്കും അസ്സലാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി وعليكم السلام ورحمة الله وبركاته. കുഞ്ഞ ഹിന്ദി ممكن أرسل الPDF في مجموعة. Está boy.